ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് 10ാം ക്ലാസ്സിൻ്റെ സ്റ്റേറ്റ് സിലബസിലെ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് ആകെ 7 ചാപ്റ്ററാണ് അതിലുള്ളത്, അല്ലേ? എന്നാൽ ആ 7 ചാപ്റ്റർ പൂർണ്ണമായിട്ടും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. SCERTയുടെ പുതിയ ഒരു സിലബസ് അവർ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തുകൊണ്ട് അവരൊരു സിലബസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെയുള്ള ചാപ്റ്ററിൽ 7 ചാപ്റ്ററിലും കൂടി 100% നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു 60-70% മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പോർഷൻസ് മാത്രം ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ ഓരോ ചാപ്റ്ററിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതും ഫോക്കസ് ഏരിയയിൽ ഉള്ള പോർഷൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെന്നെങ്കിലും ക്വസ്റ്റ്യൻ അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അത് മറ്റൊരു വീഡിയോയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കണം എക്സാം എഴുതേണ്ടതെന്നൊക്കെ, നമ്മൾ എങ്ങനെയായിരിക്കും വാല്യൂ ചെയ്യുന്നതും എന്നൊക്കെ നമുക്ക് ആ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നുള്ളതാണ്. അതിലെ ഫോക്കസ് ഏരിയ നോക്കുകയാണെങ്കിൽ ഷെല്ലുകളും സബ്ഷെല്ലുകളും, ഷെൽസ് ആൻഡ് സബ്ഷെൽസ്. ദെൻ സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, ഓരോ സബ്ഷെല്ലിൽ എത്രമാത്രം ഇലക്ട്രോണുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ദെൻ സബ്ഷെല്ലിലെ ഇലക്ട്രോൺ കംപ്ലീഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ 2 എക്സെപ്ഷണൽ കേസ് ആയിട്ടുള്ള കോപ്പർ ആൻഡ് ക്രോമിയം, ഇവയുടെ ഇലക്ട്രോൺ വിന്യാസം. ദെൻ ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദി ബ്ലോക്സ് ആൻഡ് പീരിയഡ്, ഗ്രൂപ്പും പീരീഡും ബ്ലോക്കും ഇതെല്ലാം എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നുള്ളത്. ദെൻ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, ദെൻ പി ബ്ലോക്ക് എലമെൻറ്റ്സ്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, ദെൻ ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പ്രത്യേകതകൾ, അല്ലെ, ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇനി നോക്കുകയാണെങ്കിൽ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത, അതേപോലെ തന്നെ പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത, ദെൻ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്, ഇതൊന്നും നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും പോർഷൻസ് മാത്രമേ നമുക്ക് എന്തിൽ പഠിക്കാനുള്ളൂ, 1ാമത്തെ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടതുള്ളൂ. ഇത് ഫോക്കസ് ഏരിയയിൽ നിന്ന് എടുത്തേക്കുന്ന പോർഷൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഡിസ്കസും ചെയ്യുന്നുള്ളൂ. 9ാം ക്ലാസ്സിൽ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പഠിച്ചു വന്ന ടൈമിൽ നീൽസ് ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ആറ്റം മോഡൽ നമ്മൾ പഠിച്ചിരുന്നു. ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പാത്തിനെ ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ദെൻ ഈ ഷെല്ലിലെ ഇലക്ട്രോണുകൾക്ക് എനർജി ഉണ്ട് അല്ലെങ്കിൽ ഊർജ്ജമുണ്ട്, അതുകൊണ്ട് ഇവയെ എനർജി ലെവൽസ് എന്ന് വിളിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ ഈ ഷെല്ലുകൾ ഏതൊക്കെയാണ്, KLMN അല്ലെങ്കിൽ 1 2 3 1 2 3 എന്നിങ്ങനെ നമ്പർ കൊണ്ടോ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ലെറ്റേഴ്സ് കൊണ്ടോ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പഠിച്ചപ്പോഴത്തേക്ക് ആദ്യത്തെ ഷെൽ K ആണ്. കെയിൽ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന്, 2 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് പഠിച്ചിരുന്നു. ദെൻ അത് കഴിഞ്ഞാൽ ഏതാണടേ, L ആണ്. L 8, ദെൻ M 18, N 32 അല്ലെങ്കിൽ 32 എന്നിങ്ങനെ പഠിച്ചു. ഇതിന്റെ ഇക്വേഷൻ ഏതായിരുന്നു, 2n² എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് ഓരോ ഷെല്ലുകളിൽ എത്രമാത്രം ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അല്ലേ, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതേപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പഠിച്ചു. അതായത് ഈ ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇതെല്ലാം 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്നാൽ 10ലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകും. ഷെല്ലുകളെ കുറിച്ചല്ല, സബ് ഷെല്ലുകളെ കുറിച്ച്. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന ഷെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജ്ജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് ആണെന്ന് പഠിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൊണ്ട് നമ്മൾ പിന്നീടുള്ള കണ്ടുപിടുത്തങ്ങളിലൂടെ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. എന്താണെന്നറിയൂ, ഈ എനർജി ലെവൽസിൽ തന്നെ അല്ലെങ്കിൽ ഈ ഊർജ്ജ നിലകളിൽ തന്നെ ഉപ ഊർജ്ജ നിലകളും ഉണ്ട്, സബ് എനർജി ലെവൽസും ഉണ്ട്. ഓക്കെ, ഉപ ഊർജ്ജ നിലകൾ അല്ലെങ്കിൽ സബ് എനർജി ലെവൽസും ഉണ്ട്. ഇവയാണ് എന്തെന്നറിയപ്പെടുന്ന സബ് ഷെല്ലുകൾ എന്നറിയപ്പെടുന്ന സബ് ഷെല്ലുകൾ എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഊർജ്ജ നിലകളിലെ ഉപ ഊർജ്ജ നിലകളെ സബ് ഷെൽസ് എന്നറിയപ്പെടും. സബ് എനർജി ലെവൽസിനെ നമ്മൾ എന്തെന്നറിയപ്പെടും, സബ് ഷെൽസ് എന്നറിയപ്പെടും. ദെൻ ഈ സബ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ കാണപ്പെടാൻ സാധ്യത കൂടിയ സ്ഥലങ്ങളെ എന്തെന്നറിയപ്പെടുമെന്നറിയോ, ഓർബിറ്റൽസ് അല്ലെങ്കിൽ ഓർബിറ്റലുകൾ എന്നും അറിയപ്പെടും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണ്, നമ്മൾ പഠിച്ച എനർജി ലെവൽസിൽ സബ് എനർജി ലെവൽസും ഉണ്ട്. അവയെ എന്തെന്നറിയപ്പെടും,
സബ്ഷെൽസ് എന്നറിയപ്പെടും. എന്തെന്നറിയപ്പെടും? സബ്ഷെൽസ് എന്നറിയപ്പെടും. ഈ സബ്ഷെൽസിൽ ഇലക്ട്രോണുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലകളെ എന്തെന്നറിയപ്പെടും? ഓർബിറ്റൽസ് അല്ലെങ്കിൽ ഓർബിറ്റലുകൾ എന്നറിയപ്പെടും. ഓർബിറ്റൽസ് അല്ലെങ്കിൽ ഓർബിറ്റലുകൾ എന്നറിയപ്പെടും. ഓക്കെ, ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയോ? ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺസേ ഉൾക്കൊള്ളാൻ പറ്റും. ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോണുകൾ മാത്രമേ ഉൾക്കൊള്ളുവാൻ പറ്റുള്ളൂ. ഇത് ജസ്റ്റ് ബേസ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ശരി, നമുക്കിനി സബ്ഷെല്ലുകളിലേക്ക് പോകാം. അപ്പോൾ ഉപ ഊർജ നിലകളാണ് സബ്ഷെല്ലുകൾ എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഈ സബ്ഷെല്ലുകൾ ഏതൊക്കെയാണെന്നറിയോ? എസ്, പി, ഡി, എഫ്. ഷാർപ്പ്, പ്രിൻസിപ്പൽ, ഡിഫ്യൂസ്, ഫണ്ടമെൻ്റൽ. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എസ്, പി, ഡി, എഫ് എന്നുള്ളതാണ് നമ്മൾ അറിയപ്പെടുന്ന സബ് ഷെൽസ് അല്ലെങ്കിൽ സബ് ഷെല്ലുകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്. ഓക്കെ ആണോ? എസ്, പി, ഡി, എഫ് എന്നുള്ളതാണ് നമ്മുടെ എന്ത്? സബ് ഷെല്ലുകൾ. ഇനി പറയുന്നത് ശ്രദ്ധിച്ചേടെ, നമ്മൾ പറഞ്ഞു സബ് ഷെല്ലുകൾ എസ്, പി, ഡി, എഫ് ആണെന്ന് അല്ലേ? എസ്, പി, ഡി, എഫ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഷെല്ലുകളും സബ് ഷെല്ലുകളും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മുടെ ആദ്യത്തെ ഷെല്ല് ഏതാണ്? കെ. കെയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ പറ്റും. കെയുടെ സബ് ഷെൽ ഏതാണെന്നറിയോ? കെയുടെ സബ് ഷെല്ലാണ് 1s. കെയുടെ സബ് ഷെല്ലാണ് 1s. ഓക്കെ, അപ്പോൾ 1sൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ പറ്റും? 2 ഇലക്ട്രോൺ. എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ഈ എസിന് എത്ര ഓർബിറ്റൽസ് ഉണ്ട്? ഒരെണ്ണം അല്ലേ ഉള്ളൂ. കാരണം നമ്മൾ പഠിച്ചു ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. അപ്പോൾ എസിന് എത്ര ഓർബിറ്റൽ ഉണ്ട്? ഒരു ഓർബിറ്റലേ ഉള്ളൂ. ആ ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കെയുടെ സബ്ഷെല്ലാണ് എന്ത്? 1s. 1sൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ പറ്റും? 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ പറ്റും. കാരണം എസിൽ ഒരു ഓർബിറ്റലേ ഉള്ളൂ. ആ ഓർബിറ്റൽ ഒരെണ്ണം ആയതുകൊണ്ട് അതിൽ എത്ര ഇലക്ട്രോണെ ഉൾക്കൊള്ളാൻ പറ്റൂ? 2 ഇലക്ട്രോണെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ഷെല്ല് നോക്കുകയാണെങ്കിൽ എൽ ആണ്. എല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ്? 8 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ എല്ലിൻ്റെ സബ്ഷെല്ലുകൾ നോക്കുകയാണെങ്കിൽ എസും പിയുമാണ്. പക്ഷേ എസും പി എന്ന് നമ്മൾ പറയരുത്. നമ്മൾ എങ്ങനെ പറയണം? 2s 2p. ഓക്കെ, അപ്പോൾ എല്ലിൻ്റെ സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്? 2s 2p. നമ്മൾ ആൾറെഡി പറഞ്ഞു എസിൽ ഒരു ഓർബിറ്റലേ ഉള്ളൂ. അതുകൊണ്ട് എസിൽ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ പിയിൽ മാക്സിമം എത്ര എണ്ണത്തിന് ഉൾക്കൊള്ളാൻ പറ്റും? ടോട്ടൽ എല്ലിൽ 8 ആണ്. എസിന് 2 പോയാൽ പിക്ക് എത്രയാടേ? പിക്ക് 6. 8 - 2 6 അല്ലേ? സോ പിയിൽ ഇവിടെ പി എന്ന് പറയുന്നത് ഞാൻ 2p എന്ന് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലിൻ്റെ സബ്ഷെല്ലിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് 2p എന്ന് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി പി മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എസിന് 2 ഇലക്ട്രോൺ ആണെങ്കിൽ പിക്ക് എത്ര ഇലക്ട്രോൺ? 6 ഇലക്ട്രോൺ അല്ലേ? അല്ലേടേ? കാരണം എസിൽ 2 ഇലക്ട്രോണേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിയിൽ എത്ര ഇലക്ട്രോൺ? 6 ഇലക്ട്രോൺ. കാരണം എൽ എന്ന് പറയുന്ന ഷെല്ലിൻ്റെ സബ് ഷെല്ലുകളാണ് 2s 2pയും. 2s അല്ലെങ്കിൽ 2s അല്ല, എസിൽ ആൾറെഡി 2 എണ്ണമേ ഉൾക്കൊള്ളാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ പിയിൽ എത്ര എണ്ണം ഉൾക്കൊള്ളാൻ പറ്റും? 6 എണ്ണം ഉൾക്കൊള്ളാൻ പറ്റും. കാരണം എല്ലിൽ ടോട്ടൽ എത്രയാണ്? 8. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, എസിന് എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു? ഒരു ഓർബിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിക്ക് എത്ര ഓർബിറ്റൽസ് കാണും? 3 ഓർബിറ്റൽസ് കാണും. എത്ര എണ്ണം കാണും? 3 എണ്ണം. കാരണം നമ്മൾ പഠിച്ചു ഒരു ഓർബിറ്റൽസിൽ മാക്സിമം എത്ര? 2 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ 6 എണ്ണം ഉൾക്കൊള്ളണമെങ്കിൽ എത്ര ഓർബിറ്റൽസ് കാണണം? 3 ഓർബിറ്റൽസ് കാണണം. ഓക്കെ ആണേ? ഇനി മൂന്നാമത്തെ ഷെല്ലിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ഷെല്ല് ഏതാണ്ടേ? എം ആണ്. എമ്മിൽ എത്രയാ? 18 അല്ലേ? അതിൻ്റെ സബ്ഷെല്ലുകൾ നോക്കിയാൽ 3s 3p 3d. 3s 3p 3d. എസിൽ 2 എന്ന് നമ്മൾ പറഞ്ഞു. പിയിൽ 6 എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ ഡിയിൽ എത്രയായിരിക്കും ഇവിടെ? 18ൽ നിന്ന് 6 + 2 8 പോയി കഴിഞ്ഞാൽ 10. കാരണം എമ്മിലാകെ ടോട്ടൽ എത്രയാ? 18 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ പറ്റും? 10 ഇലക്ട്രോൺസ്. ടോട്ടൽ 10 ഇലക്ട്രോൺസിന് ഉൾക്കൊള്ളുവാൻ ആർക്ക് പറ്റും? ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിന് പറ്റും.
അങ്ങനെയാണെങ്കിൽ അതിന് എത്ര ഓർബിറ്റൽസ് ആയിരിക്കും? 5 ഓർബിറ്റൽസ് ഡിയിൽ കാണും. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ നമുക്ക് നോക്കാമല്ലോ. ഷെൽ നമ്പർ 4. ഷെൽ നമ്പർ 4 ഏതാണ്? എൻ. എന്നിൽ എത്രയാണ്? 32. സോ അതിൻ്റെ സബ്ഷെല്ലുകൾ 4s, 4p, 4d, 4f. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10. എത്രയായി? 18ആയി. 32ൽ നിന്ന് 18 പോയി കഴിഞ്ഞാൽ ബാക്കി 14. സോ എഫിൽ എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റും? 14 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാൻ പറ്റും. ആണല്ലോ, 14 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര ഓർബിറ്റൽസ് കാണും? 7 ഓർബിറ്റൽസ് കാണും. ഓക്കെ ആണോ? സോ ഇനി ഈ പറഞ്ഞതെല്ലാം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എസ്, ഒരു ഓർബിറ്റൽസ് എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺസ്. പി 3 ഓർബിറ്റൽസ് 6 ഇലക്ട്രോൺസ്. ഡി 5 ഓർബിറ്റൽസ് എത്രയാണ്? 10 ഇലക്ട്രോൺസ്. ദെൻ എഫ് 7 ഓർബിറ്റൽസ് 14 ഇലക്ട്രോൺസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളായപ്പോൾ ഓരോ സബ്ഷെല്ലിലും എത്രമാത്രം ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ എസ് ക്യാൻ അക്കോമഡേറ്റ് 2 electrons, P can accommodate 6 electrons, where D can accommodate 10 electrons and F can accommodate 14 electrons. Okay, ആണോ? സോ ഇത്രയായപ്പോൾ നമുക്ക് എന്ത് കഴിഞ്ഞു? സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്, ആ സബ്ഷെല്ലിൽ എത്രമാത്രം ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ള കാര്യവും കഴിഞ്ഞു. നമ്മൾ ഇതൊന്ന് ഫില്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ 1s 2, ദെൻ 2s എത്രയാ? 2 അല്ലേ. 2p എത്രയാ? 6 അല്ലേ. 3s 2, 3p 6, ദെൻ 3ൽ ഡിയിൽ എത്രയാണെന്ന് പറഞ്ഞു? 10 അല്ലേ. 10 ആണെന്ന് പറഞ്ഞു. ദെൻ S2, P6, D10, F14 ആണല്ലോ. 2, 6, 10, 14. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ഇനി അടുത്ത പഠിക്കേണ്ടത് ഈ സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഷെല്ലുകളിൽ പഠിച്ച കണക്ക് തന്നെ ഊർജം കൂടി വരുന്ന ക്രമത്തിൽ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് സബ്ഷെല്ലുകളിലും ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടാനുള്ളത് ഏതാണ്? ഏറ്റവും ലീസ്റ്റ് എനർജി ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഊർജ്ജമുള്ള സബ്ഷെല്ലിനാണ്. അത് ഏതാണെന്നറിയോ? അത് 1s ആണ്. അത് കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യേണ്ട. ഇതേപോലെ 1s 2s എന്നിങ്ങനെ നിരത്തി എഴുതിയതിന് ശേഷം നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ എന്ത് ചെയ്യുക? ഇങ്ങനെ വരച്ച് നോക്കുക. ഓക്കെ, ദെൻ ആദ്യം 1s കഴിഞ്ഞാൽ 2s കഴിഞ്ഞാൽ 2p കഴിഞ്ഞാൽ നേരെ ലൈൻ പോയേക്കുന്നുണ്ടോ? 3s കഴിഞ്ഞാൽ 3p കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ഏതാണ്? 4s കഴിഞ്ഞിട്ടാണ് എഗെയിൻ എങ്ങോട്ട് പോകുന്നത്? 3Dയിലേക്ക് പോകുന്നത്. കണ്ടോ? അപ്പോൾ 4s 3D ഇതിൽ എനർജി കൂടുതലുള്ള ആരായിരിക്കും? 3D ആയിരിക്കും. എനർജി കൂടിയത് ആരായിരിക്കും? 3D ആയിരിക്കും. അതുകൊണ്ട് 4s നിറഞ്ഞതിന് ശേഷം മാത്രമേ ഏത് ഫില്ലാകുള്ളൂ? 3D ഫില്ലാക്കുകയുള്ളൂ. ദെൻ 3D കഴിഞ്ഞാൽ 4p കഴിഞ്ഞാൽ 4D 4f ഒന്നും അല്ല, നേരെ ഏതാ? 5s കഴിഞ്ഞിട്ട് നേരെ ഏത്? 4D. ഓക്കെ, നമുക്ക് ഇത്രയൊന്നും പഠിക്കേണ്ടി വരില്ല. ഏകദേശം ഒരു 4p 5s വരെയൊക്കെ മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ നോക്കുക. 1s, ദെൻ 2s, ദെൻ 2p, ദെൻ 3s, ദെൻ 3p കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫില്ല് ചെയ്യപ്പെടുന്നത് 4s ആണ്. 4s കഴിഞ്ഞാൽ എഗെയിൻ ദെൻ 3D, ദെൻ 4p കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? 5s. അപ്പോൾ നമ്മൾ 3p കഴിഞ്ഞിട്ട് 4s ഫില്ലാകുമെന്ന് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് 3D എന്ന് പറഞ്ഞു. 3D 4s കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എനർജി ഏറ്റവും കൂടുതൽ ആർക്കാണ്? 3Dക്കാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും ഓർത്തിരിക്കാമല്ലോ. ശ്രദ്ധിച്ചേടേ, ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്കാൻഡിയം എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ 21 ആയിട്ടുള്ള സ്കാൻഡിയം എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ദെൻ നമുക്കൊന്ന് എഴുതി നോക്കാം. സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21 അല്ലേ. സോ ആദ്യം ഏത് സബ്ഷെല്ലാണ് ഫില്ല് ചെയ്യാനുള്ളത്? 1s മാക്സിമം 2 ആണല്ലേ. അത് കഴിഞ്ഞാൽ 2sലും 2. അത് കഴിഞ്ഞാൽ 2pയിൽ എത്രയാണ്? 6 ആണ്. ദെൻ 2p കഴിഞ്ഞാൽ ദെൻ 3s അല്ലേ. 3sൽ 2, 3s കഴിഞ്ഞാൽ
3p. 3pയിൽ 6, 3p കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഏതാണ്? 4s. 4sൽ 2. ഒന്ന് എണ്ണി നോക്കിയേ. 2 + 2 + 6 + 2 + 6 + 2 എത്രയായി ടോട്ടൽ? 28. അപ്പോൾ അറ്റോമിക് നമ്പർ 21 ആണ്, 21 ആണ്. അതിൽ 20 ഇലക്ട്രോണുകൾ നമ്മൾ ആൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി എത്ര കൂടിയുണ്ട്? 1 കൂടിയുണ്ട്. ദെൻ 4s കഴിഞ്ഞിട്ടാണ് ഏത് ഫില്ല് ചെയ്യപ്പെടുന്നത്? 3d. ആ ഉള്ള ഒരെണ്ണം ആർക്ക് കൊടുക്കാം? 3dക്ക് കൊടുക്കാം. സോ എഴുതിയപ്പോൾ ഇങ്ങനെയല്ലേ കിട്ടിയത്? ആണല്ലോ. സോ ഈ ക്രമത്തിലാണ്, ഈ ഒരു ഓർഡറിലാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത്. ആണല്ലോ. എന്നാൽ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണമെന്നറിയോ? 1s2, 2s2, 2p6, 3s2, 3p6, 3d1, 4s2 എന്ന ക്രമത്തിൽ എഴുതാം. ഇങ്ങനെയായിരിക്കണം എഴുതാം. ഓക്കെ, നോക്കിയേ. 1s2 എന്ന് പറയുന്നത് കെയുടെ സബ്ഷനിൽ, 2s × p എല്ലിൻ്റെത്, 3s 3p 3d എമ്മിൻ്റെത്, 4s എന്നിൻ്റെത്. ഓക്കെ, അതായത് ഷെല്ലിൻ്റെ ക്രമത്തിലായിരിക്കും നമ്മൾ എഴുതാൻ. നമ്മൾ പഠിച്ചല്ലേ 9ാം ക്ലാസ്സിൽ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ അതിൻ്റെ ക്രമത്തിൽ വേണം നമ്മൾ എഴുതി പോകാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ആദ്യം എഴുതിയത് തെറ്റാണെന്ന്. അത് തെറ്റല്ല, ശരി തന്നെയാണ്. അത് എന്തിൻ്റെ? എനർജി കൂടി വരുന്ന ക്രമത്തിൽ നമ്മൾ ഫില്ല് ചെയ്ത് വരുന്നതാണ്. എന്നാൽ ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഏതാണ്? രണ്ടാമത് നമ്മൾ എഴുതിയതാണ്. ഓക്കെ, ഇങ്ങനെ എഴുതുന്നത് കൊണ്ടുള്ള ഒരു യൂസ് എന്താണെന്നറിയോ? ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനടുത്ത് ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഏതാണ്? 4s ആണ്. ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഏതാണ്? 4s ആണ്. ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ അത് ഏതിൽ നിന്ന് വിട്ടുകൊടുക്കണം? ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിൽ നിന്നേ പോകുള്ളൂ. അതായത് 4sൽ നിന്ന് മാത്രമേ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചോളാം. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചു എന്താ, എല്ലായ്പ്പോഴും ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നത് ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ നിന്നാണ്. കെമിക്കൽ റിയാക്ഷനിലൊക്കെ ഏർപ്പെടുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇലക്ട്രോണുകൾ എല്ലായ്പ്പോഴും വിട്ടുകൊടുക്കാനുള്ളത് എവിടെയാ? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ അവസാനത്തെ സബ്ഷെല്ലിൽ നിന്നാണ്, ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിൽ നിന്നാണ്. അപ്പോൾ ഏതിൽ നിന്ന് വിട്ടുകൊടുക്കണം? 4sൽ നിന്നും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതി വെച്ചാണ് 4s2 3d1 എന്ന രീതിയിൽ മാത്രം എഴുതി വെച്ചാൽ നമ്മൾ ചിലപ്പം മറന്നുപോകും. നമ്മൾ ഒരു ഇലക്ട്രോൺ ഏതിൽ നിന്ന് വിട്ടുകൊടുക്കും? 3d എടുത്ത് വിട്ടുകൊടുക്കും. അത് തെറ്റാണ്. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് എഴുതണമെങ്കിൽ എന്ത് ചെയ്യുക? 3d1 4s2, അതായത് ഷെല്ലിൻ്റെ ഓർഡറിൽ എഴുതി വെക്കുക. അപ്പോൾ ഇതാണ് ആക്യുറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മറന്നു പോയില്ലല്ലോ, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ അറ്റോമിക് നമ്പർ എത്രയെന്ന് പറഞ്ഞു? 21 എന്ന് പറഞ്ഞല്ലോ. ഈ 21 പറഞ്ഞതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാം. അതായത് 18ാമത്തെ ഗ്രൂപ്പ് നോബിൾ ഗ്യാസസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാം. നോക്കിയേ, ഹീലിയം, നിയോൺ, ആർഗൺ. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 2, നിയോൺ 10, ആർഗൺ 18 ആണല്ലോ. അപ്പോൾ ഈ ആർഗൺ വരെയുള്ളത്, അതായത് ആർഗൺ എഴുതി നോക്കിയാൽ 1s2, 2s2, 2p6, 3s2, 3p6 ഇത്രയപ്പോഴത്തേക്ക് എത്ര ഇലക്ട്രോണായി? 18 ഇലക്ട്രോൺ ആയില്ലേ? ഇതിന് പകരം നമുക്ക് എന്താ, ആർഗൺ എന്ന് ഇങ്ങനെയും എഴുതിയിരുന്നാൽ മതി. പറഞ്ഞു മനസ്സിലായോ? സോ ഇതിനെ നമുക്ക് എന്തെന്ന് സൂചിപ്പിക്കാം? നോബിൾ ഗ്യാസസിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ 21 നമുക്ക് എങ്ങനെ എഴുതാം? ആർഗൺ ആയില്ലേ? ഇത്ര ആയപ്പോൾ എന്തായി? 18 ഇനിയുള്ളത് 3d1 4s2 ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ചില കേസിൽ ഇങ്ങനെ തന്നിട്ട് ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയെന്ന് ചോദിക്കും. അപ്പോൾ ഓർക്കണം, ആർഗൺ അത് 18 അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പോൾ ആർഗൺ വരെ 18, ദെൻ 1, ദെൻ 2, അതായത് 18 + 3 എത്രയാ? 21. ഓക്കെ ആണോ? ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മുന്നത്തെ എക്സാംസിലേക്ക്. ഇനി ചിലപ്പോൾ നിയോണിനെ ബേസ് ചെയ്തുകൊണ്ട് തരും. നിയോൺ വരെ ആകുമ്പോഴത്തേക്ക് എന്താ? 1s2, 2s2, 2p6 ഇതുവരെ ഉള്ളതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? നിയോൺ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചുരുക്കിയും എഴുതാം. അത് ഓർത്തിരിക്കുമല്ലോ, അതും ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ 2 എക്സെപ്ഷണൽ കേസ് നോക്കുകയാണ്.
ക്രോമിയം 24 കോപ്പർ 29. 24 ആകുമ്പോൾ നമ്മൾ നോർമലി 18 വരെയുള്ളതിന് നമുക്ക് ആർഗൺ എടുക്കാമല്ലോ. ആർഗൺ എടുത്ത് 1s2 2s2 2p6 3s2 3p6 അതുവരെയുള്ളതിന് നമുക്ക് ആർഗൺ എടുത്തു. ഓക്കെ, ആർഗൺ ആകുമ്പോൾ എത്രയാണ്? 18ആണ്. അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല, കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ എഴുത്ത് കുറയ്ക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ മാക്സിമം എഴുതി പോവുക. 1s2 2s2 2p6 3s2 3p6 എന്ന് എഴുതി പോവുക. ഓക്കെ, ഇതുവരെ ഇപ്പോൾ 18ആയി. ഇനി 6 കൂടി. അടുത്തത് 4s നിറയും. അത് കഴിഞ്ഞിട്ട് ഏത് നിറയും? 3d നിറയും. 4s2 3d4 അല്ലേ? സോ 3d4 4s2 എന്നാണ് നോർമലി വരുന്നത്. എന്നാൽ നമ്മൾ ആൾറെഡി പറഞ്ഞു കോപ്പർ ക്രോമിയം എക്സെപ്ഷണൽ കേസ് ആണെന്ന് പറഞ്ഞു. ഇത് എക്സെപ്ഷണൽ കേസ് ആവാനുള്ള റീസൺ മറ്റൊന്നുമല്ല. ഇവിടെ എന്ത് ചെയ്യുന്നറിയോ? 4sൽ നിന്ന് ഒരു ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? 3dക്ക് കൊടുക്കും. അതായത് ഇത് എന്തായിട്ട് മാറും? 3d5 4s1 ആയിട്ട് മാറും. അതായത് എന്തായിട്ട് മാറും? 3d5 4s1 ആയിട്ട് മാറും. ഓക്കെ, 3d5 4s1 ഇതാണ് കറക്റ്റ്. ഇനി കോപ്പർ നോക്കിക്കഴിഞ്ഞാൽ നോർമലി ഇതാ ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ എഴുതുന്നതാ 1s2 2s2 2p6 3s2 3p6 ആർഗൺ. അത് കഴിഞ്ഞ് 3d9 4s2 ഇങ്ങനെ എഴുതാനാണ് സാധ്യത. എന്നാൽ ഇത് തെറ്റാണ്. നമ്മൾ പറഞ്ഞു എക്സെപ്ഷണൽ കേസാണ്. അവിടെ എന്ത് ചെയ്യും? 4sൽ നിന്ന് ഒരു ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? 3dക്ക് കൊടുക്കും. അപ്പോൾ 3d10 4s1 എന്ന് വരും. ഇതാണ് ശരി. അപ്പോൾ ക്രോമിയത്തിന് 3d5 4s1, കോപ്പറിന് ആർഗൺ 3d10 4s1. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, ആർഗൺ കോപ്പർ ഡി എന്ന് പറയുന്നതിൽ മാക്സിമം 10 ആണ്. അതിൻ്റെ ഹാഫ് എത്രയാണ്? 5. അതായത് ഈ ഡി എന്ന് പറയുന്ന സബ്ഷനിൽ കംപ്ലീറ്റ്ലി ഫില്ലാവുന്ന ടൈമിലോ അല്ലെങ്കിൽ 10 ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്ന ടൈമിലോ അല്ലെങ്കിൽ അതിൻ്റെ പകുതി നേർപകുതി 5 ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്ന ടൈമിലോ അതിന് സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ എന്തിനു പറ്റും? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ അറ്റൈൻ സ്റ്റെബിലിറ്റി വെൻ ഡി സബ്ഷൻ കണ്ടെയ്ൻസ് 10 or 5 ഇലക്ട്രോൺസ്. 10 5 ഇലക്ട്രോൺ ആയിരിക്കുന്ന ടൈമിൽ അതിന് എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ഇതിന് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടും. എപ്പോഴൊക്കെ? ഡി എന്ന് പറയുന്നതിൽ 10 ഇലക്ട്രോൺ ഒന്നുകിൽ കംപ്ലീറ്റ്ലി ഫില്ലായിരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ഹാഫ് ഫില്ലായിരിക്കുന്ന ടൈമിൽ സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് 4sൽ നിന്നും ഓരോ ഇലക്ട്രോൺസ് ഏതിലേക്ക് വരുന്നത്? 3dയിലേക്ക് വരുന്നത്. ഓക്കെ ആണോ? സോ ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കും. ഇനി ഒന്ന് ശ്രദ്ധിച്ചേടേ, നമ്മൾ പറഞ്ഞു ആർഗൺ 3d5 4s1 ആണല്ലോ. സോ ഇത് ഏതിൻ്റെ? ക്രോമിയത്തിൻ്റെ. ഇതൊരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ Cr+ ആവുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അത് ഏതിൽ നിന്നായിരിക്കും വിട്ടുകൊടുക്കുന്നത്? 4sൽ നിന്ന് വിട്ടുകൊടുക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Ar 3d5 എന്ന് വരും. ഇനി അത് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ 4s എന്ന് പറയുന്ന സബ്ഷനിൽ ഇനി അവിടെ ഇല്ല. പിന്നെ വിട്ടുകൊടുക്കുന്ന ഏതിൽ നിന്നായിരിക്കും? 3d എന്ന് പറയുന്ന സബ്ഷനിൽ നിന്ന്. അത് എന്തായിട്ട് മാറും? ആർഗൺ 3d4 എന്നായിട്ട് മാറും. ഇനി 3 ആണ് വിട്ടുകൊടുക്കുന്നതെങ്കിൽ 3d3 എന്നായിട്ട് മാറും. ഓക്കെ, സോ Cr 3+ ആണെങ്കിൽ 3d3 എന്ന് മാറും. ഓക്കെ, ഇത് ശ്രദ്ധിച്ചോളുക. ഇതേപോലെ തന്നെ കോപ്പറിന്റെ കേസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർത്തിരിക്കാമല്ലോ. നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ഗ്രൂപ്പാണ്? 18 ഗ്രൂപ്പാണ് അല്ലേ? 18 ഗ്രൂപ്പ് 7 പീരീഡ് ആണല്ലോ. ഇതിൽ നമ്മൾ ഈ 18 ഗ്രൂപ്പിനെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? 1 then 2 then 13 to 18 ഇങ്ങനെയുള്ള 8 ഗ്രൂപ്പുകളെ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പഠിച്ചിട്ടുണ്ട്. then 3 to 12 ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. then ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ 1 2 ടോട്ടൽ എത്രയാ? 2. then 13 to 18 ടോട്ടൽ എത്രയാ? 6 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? then 3 to 12 ടോട്ടൽ 10.
പിന്നെ ലാന്തനോയിഡ്സ് ആക്ടിനോയിഡ്സും 14 വീതം. ഈ സംഖ്യകൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ നോക്കിയേ. എസ്സിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺ, എഫിൽ 14 ഇലക്ട്രോൺ. ഇപ്പം നമ്മൾ പഠിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിനെ നമുക്ക് ഈ ബ്ലോക്കുകളായിട്ട് ഇനി ഒന്ന് തിരിച്ചു നോക്കിയേ. 1, 2 ഗ്രൂപ്പ്സിനെ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. 13 to 18 മുതലുള്ള 13 to 18 ആ 6 ഗ്രൂപ്പ്സിനെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. ദെൻ 3 to 12 ആ 10 ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് പറയും? ബി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. ദെൻ ലാസ്റ്റ് ലാന്തനോയിഡ്സിനെ ആക്ടിനോയിഡ്സിനെ 14 വീതമാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. ഓക്കെ ആണോ? അപ്പോൾ 1, 2 ആ ഗ്രൂപ്പുകൾ എസ് ബ്ലോക്ക്, 13 to 18 പി ബ്ലോക്ക്, 3 to 12 ഡി ബ്ലോക്ക്, ദെൻ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ഏതാ? എഫ് ബ്ലോക്ക്. അപ്പോൾ പീരിയോഡിക് ടേബിളിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇതിൽ 1, 2 ദെൻ 3 to 12 ഇതെല്ലാം എന്താണ്? മെറ്റൽസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എസിൻ്റെയും ഡിയുടെയൊക്കെ പ്രോപ്പർട്ടീസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് മെറ്റൽസ് ആണെന്നൊക്കെ എഴുതി വെക്കാം. നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്ക്. പിയിലാകുമ്പോഴത്തേക്ക് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? 1, 2 എന്നീ ഗ്രൂപ്പുകൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് അറിയപ്പെടും. ദെൻ 13 to 18 പി ബ്ലോക്ക് എലമെന്റ്സ്, 3 to 12 ബി ബ്ലോക്ക് എലമെന്റ്സ്, ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ പീരിയോഡിക് ടേബിളിനെ നമുക്ക് 4 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇത് മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ. ഇനി ശ്രദ്ധിക്കാനുള്ളത് ഈ ചില ഗ്രൂപ്പ്സിന്, അതായത് 8 ഗ്രൂപ്പിന്, അതായത് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സിന്റെ ഗ്രൂപ്പ്സിനൊക്കെ നമ്മൾ പേര് പഠിച്ചിട്ടുണ്ട്. ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലി ലോഹങ്ങൾ, രണ്ടാമത്തെ ആകുമ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 13 അല്ലെങ്കിൽ 13 ആകുമ്പോൾ ബോറോൺ കുടുംബം അല്ലെങ്കിൽ ബോറോൺ ഫാമിലി, ദെൻ 14 കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 ഹാലജൻ ഫാമിലി, 18 നോബിൾ ഗ്യാസസ്. അപ്പോൾ 18 നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടും. പിന്നെ ഡി ബ്ലോക്കിനെ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളെന്നും, എഫിനെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അന്തസംക്രമണ മൂലകങ്ങളെന്നും അറിയപ്പെടും. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. അപ്പോൾ ഈ പേരുകളെല്ലാം നമ്മൾ മെയിനായിട്ട് പഠിച്ചേക്കുക. ശ്രദ്ധിക്കാമല്ലോ. ഇനി നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എസ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിലാണെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്, വന്ന് നിറയുന്നത് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിലാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും അവസാനത്തെ ഷെല്ല് ഏത് എന്നല്ല, ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ വന്ന് നിറയുന്നത് ഏതാണെന്ന് നോക്കുക. അത് എസ്സിലാണെങ്കിൽ അത് നമുക്ക് എന്തെന്ന് പറയാം? എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയാം. നോക്കി, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലിഥിയം 1s2 2s1, സോഡിയം 1s2 2s2 2p6 3s1, മഗ്നീഷ്യം 1s2 2s2 2p6 3s2, കാൽസ്യം ദെൻ 1s2 2s2 2p6 3s2 3p6 4s2. ഇതിന്റെ എല്ലാം ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെട്ടത് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലല്ലേ. അതുകൊണ്ട് ഇതെല്ലാം ഏത് ബ്ലോക്ക് എലമെന്റുകളാണ്? എസ് ബ്ലോക്ക് എലമെന്റുകളാണ്. ഇനി ഇതിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഫസ്റ്റ് ഗ്രൂപ്പ്. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഇത് സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പോൾ ലിഥിയം ഏത് ഗ്രൂപ്പ്? ഫസ്റ്റ് ഗ്രൂപ്പ്. സോഡിയം ഏത് ഗ്രൂപ്പ്? ഫസ്റ്റ് ഗ്രൂപ്പ്. മഗ്നീഷ്യം സെക്കൻഡ് ഗ്രൂപ്പ്, കാൽസ്യം സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പോൾ എസിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ്, എസിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്. അല്ലെങ്കിൽ തന്നെ ആൾറെഡി നമ്മൾ പഠിച്ചു, ആകെ എത്ര ഗ്രൂപ്പേ ഉള്ളൂ? എസ് ബ്ലോക്കിൽ 2 ഗ്രൂപ്പേ ഉള്ളൂ, 1 ഉം 2. അതിൽ എസിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ്, 2 ഇലക്ട്രോൺ ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്. ഇനി അതിന്റെ പീരീഡ് കൂടി ശ്രദ്ധിക്കണം. പീരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, അവസാനത്തെ എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് നോക്കുക. ആ സബ്ഷെല്ലിന്റെ നമ്പർ നോക്കുക. ഇതെന്ന് പറഞ്ഞാൽ ലിഥിയം 2s1 എൻഡ് ചെയ്യുന്ന, സോ ഇതിന്റെ പീരീഡ് 2. സോഡിയം 3s1 എൻഡ് ചെയ്യുന്ന, സോ 3. മഗ്നീഷ്യം 3s2 എൻഡ് ചെയ്യുന്ന, സോ 3. ദെൻ കാൽസ്യം 4s2 എൻഡ് ചെയ്യുന്ന, സോ പീരീഡ് 4.
ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, പീരീഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറയുന്ന സബ്ഷെൽ നോക്കുക, അവസാനത്തെ എസ് എന്ന് പറയുന്ന സബ്ഷെൽ നോക്കുക, അതിൻ്റെ ഏത് അല്ലെങ്കിൽ ആ സബ്ഷെല്ലിന്റെ നമ്പർ ഏതാണെന്ന് നോക്കുക, അതായിരിക്കും പീരീഡ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാനായിട്ട്. ഇനി ഇവയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ മതി. ആൽക്കലി മെറ്റൽസ് ആണ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്, ഇത് രണ്ടുമാണ് എസ് ബ്ലോക്ക് എലമെന്റുകൾ. ദെൻ ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ആണെങ്കിൽ വാലൻസി 1, സെക്കൻഡ് ഗ്രൂപ്പിന്റെ ആണെങ്കിൽ വാലൻസി 2 ആയിരിക്കും. പിന്നെ ഇതെല്ലാം മെറ്റൽസ് ആണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ലെസ് ആണ്, അയണൈസേഷൻ എനർജി എന്താണ്, കുറവാണ്. ഇതൊക്കെ ആൾറെഡി പഠിച്ച കേസാണ്. സോ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ എഴുതിയേക്കുക. ഇതൊന്നും ഫോക്കസ് ഏരിയയിൽ വരുന്ന കാര്യമല്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ ചോദിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഇത് ജസ്റ്റ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം, ഓർത്ത് വെച്ചേക്കുക. ഇനി അതിന്റെ കൂടെ വരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു കെമിക്കൽ ഫോർമുല എഴുതാനായിട്ട്. അത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന എലമെന്റുകളുടെ വാലൻസി കണ്ടുപിടിക്കുക, ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആദ്യം എഴുതുക, ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് രണ്ടാമത് എഴുതുക, രണ്ടിന്റെ വാലൻസി എന്ത് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. ഓക്കെ, അത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറയാത്തത് കൊണ്ട് അത് പറയുന്നില്ല. സോ അതൊന്ന് ശ്രദ്ധിച്ചോളുക. 9ാം ക്ലാസ്സിൽ പഠിച്ചതായതുകൊണ്ട് ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് പി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ പി ബ്ലോക്ക് മൂലകങ്ങളാണ്. പി ബ്ലോക്ക് മൂലകങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് പി എന്ന് പറയുന്ന സബ്ഷെല്ലാണെങ്കിൽ, ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യപ്പെടുന്നത് പി എന്ന് പറയുന്ന സബ്ഷെല്ലാണെങ്കിൽ അതിനെ നമുക്ക് പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയാം. എസ് പറഞ്ഞതിന്റെ അതേപോലെ തന്നെയാണ് പി. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് പി എന്ന് പറയുന്ന സബ്ഷെല്ലാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയാം. അപ്പോൾ ഈ പി ബ്ലോക്ക് എവിടെ മുതലാണ്, 13 മുതലാണല്ലേ, 13 മുതൽ 18 വരെയാണ്. ശ്രദ്ധിച്ചേ, എലമെന്റുകൾ അവയുടെ ഔട്ടർ മോസ്റ്റ് സബ്ഷെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഏറ്റവും പുറമെയുള്ള സബ്ഷെ ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ടുണ്ട്. ബി ബോറോൺ, സി കാർബൺ, എൻ നൈട്രജൻ, ഒ ഓക്സിജൻ, എഫ് ഫ്ലൂറിൻ, എൻ ഇ നിയോൺ. ഓക്കെ, അറ്റോമിക് നമ്പർ 5, 6, 7, 8, 9, 10 എന്നിങ്ങനെയാണ് പോണത്. ബി ബോറോണിന്റെ നോക്കിയാൽ 2s2 2p1, കാർബണിന്റെ നോക്കിയാൽ 2s2 2p2, ദെൻ നൈട്രജൻ 2s2 2p3, ഓക്സിജൻ 2s2 2p4, ഫ്ലോറിൻ 2s2 2p5, നിയോൺ 2s2 2p6. സോ പിയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ, 6 ഇലക്ട്രോൺ. അപ്പോൾ പിയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 1 to 6 വരെ വേരി ചെയ്യും, 1 മുതൽ 6 വരെ വേരി ചെയ്യാം. ഇപ്പോൾ പിയിൽ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, അത് എത്രാമത്തെ ഗ്രൂപ്പാണ്, 13 ഗ്രൂപ്പ്. 2 ആണെങ്കിൽ 14, 3 ആണെങ്കിൽ 15, 4 ആണെങ്കിൽ 16, 5 ആണെങ്കിൽ 17, 6 ആണെങ്കിൽ 18 അല്ലേ. അതായത് എല്ലാത്തിന്റെ കൂടെ എത്ര ആഡ് ചെയ്തേക്കുന്നു, 12 ആഡ് ചെയ്തേക്കുന്നു. പിയിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂവെങ്കിൽ അത് 13ാമത്തെ ഗ്രൂപ്പ്, ദാറ്റ് ഈസ് 1 + 12, 13 ആയില്ലേ. ദെൻ പിയിൽ 5 ആണെങ്കിൽ 5 + 12 7, അത് എത്രാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും, 17ാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരു കാര്യം വെച്ചാൽ മതി, പി ബ്ലോക്ക് തുടങ്ങുന്നത് എവിടെ മുതലാണ്, 13 മുതലാണല്ലേ. സോ അതിനു മുമ്പ് എത്ര ഗ്രൂപ്പ് ഉണ്ട്, 12 ഗ്രൂപ്പ് ഉണ്ട്. സോ എത്ര ആഡ് ചെയ്യുക, പിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുക, 12 ആഡ് ചെയ്യുക. പിയിൽ 5 ആണെങ്കിൽ അത് 17th 17ാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ ആണോ, ഇത്രയേ ഉള്ളൂ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക. ഇനി പീരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പി നോക്കുക, അത് ഏത് ഷെല്ലിൻ്റെ സബ്ഷെല്ലാണെന്ന് നോക്കുക, അത് എത്രാമത്തെ സബ്ഷെല്ലാണെന്ന് നോക്കുക. നോക്കി ഇവിടെ എല്ലാ 2p അല്ലേ ലാസ്റ്റ് സബ്ഷെല്ല്. സോ ഇത് 2ാമത്തെ പീരീഡ് ആയിരിക്കും. ഇപ്പം 3p ആണെങ്കിൽ 3ാമത്തെ പീരീഡ് ആയിരിക്കും, 4p ആണെങ്കിൽ 4ാമത്തെ പീരീഡ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഗ്രൂപ്പും പീരീഡും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ബ്ലോക്ക് ഏതാണെന്ന് അറിയാമെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പും പീരീഡും ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എസിൻ്റെ പറഞ്ഞു, പിയുടെ ഏത് പറഞ്ഞു. ഇനി പി ബ്ലോക്കിൻ്റെ പ്രത്യേകതകൾ നമുക്കിപ്പോൾ പഠിക്കാനില്ല. ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ.
എസിനെ അപേക്ഷിച്ച് കൂടി വരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്, അതേപോലെ തന്നെ അയനൈസേഷൻ എനർജി കൂടുതലാണ്. സോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വയ്ക്കും. അടുത്തത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലാണെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ വന്ന് നിറയുന്നത് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിലാണെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം, ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളെന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു കോപ്പറും ക്രോമിയവും അല്ലേ. സോ 4s1 3d10 കോപ്പർ അല്ലേ. അപ്പോൾ ലാസ്റ്റ് വന്ന് പറയുന്നത് 3Dയിലല്ലേ. സോ അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ക്രോമിയം 4s1 3d5 അല്ലേ, ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3Dയിലാണ്, അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അതിന് മുന്നേ പഠിച്ച സ്കാൻഡിയം 21 4s2 3d1 അല്ലേ, അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലാണെങ്കിൽ എന്തായിരിക്കും, അത് ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. ഇതാ ഇവിടെ ശ്രദ്ധിച്ചേ, മൂന്നാമത്തെ ഗ്രൂപ്പിലെ സ്കാൻഡിയം, ദെൻ ടൈറ്റാനിയം, നാലാമത്തെ ഗ്രൂപ്പിൽ ടൈറ്റാനിയം, ദെൻ വനേഡിയം, ക്രോമിയം, മാംഗനീസ് എന്നിങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. സ്കാൻഡിയം നോക്കിയാൽ 3d1 4s2 3d1 4s2 ഏറ്റവും അവസാനത്തെ സബ്ഷെൽ ഏതാണ്, 4s2 ആണ്. എന്നാൽ ലാസ്റ്റ് നിറയുന്ന ഏതാണ്, 3D ആണ്. ശ്രദ്ധിച്ചോളണം. അതുകൊണ്ട് ഇത് ഏത് ബ്ലോക്കാണ്, ഡി ബ്ലോക്കാണ്. അപ്പോൾ ഏറ്റവും പുറമേയുള്ള സബ്ഷെൽ അല്ല നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഏതാ, ഏറ്റവും ലാസ്റ്റ് നിറയുന്നതാണ്. എസും പിയും നമ്മൾ ഇതല്ലേ പറഞ്ഞ, ഏറ്റവും ലാസ്റ്റ് ഫില്ല് ചെയ്യപ്പെടുന്ന എസിലാണെങ്കിൽ എസ് ബ്ലോക്ക്, പിയിലാണെങ്കിൽ പി ബ്ലോക്ക്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇലക്ട്രോൺ നിറയുന്നത് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലാണെങ്കിൽ അത് എന്ത് ബ്ലോക്ക്, ഡി ബ്ലോക്ക്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് നിറയുന്നത് ഏതാണ്, 3D. എന്നാൽ അവസാനത്തെ സബ്ഷെൽ ഏതാണ്, 4s. ഡൗട്ട് വരരുത്, ഒരു കാരണവശാലും ഡൗട്ട് വരരുത്. ഓക്കെ. ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിറയുന്നത് ഏത് സബ്ഷെല്ലായിരിക്കണം, ഡി എന്ന് പറയുന്ന സബ്ഷെല്ലായിരിക്കണം. ഇതാ ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാത്തിലും വന്ന് നിറയുന്ന ഏതിലാണേ, ഡിയിൽ തന്നെ. കാരണം നമുക്കറിയാം 4s എനർജി കൂടിയത് ഏതാണ്, 3D ആണ്. അപ്പോൾ 4s നിറഞ്ഞിട്ട് എന്ത് നിറയുള്ളൂ, 3D നിറയും അല്ലേ. ഇനി ഇതിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുന്നത്. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എത്ര, 3 മുതലാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ മതിയെന്ന്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമുക്ക് ക്രോമിയം കോപ്പർ ഇവിടെ വരുമ്പോൾ തെറ്റും. കാരണം ഡിയിൽ ഇവിടെ 5 ഇലക്ട്രോൺ ഉണ്ട്, അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ 7 ആയിപ്പോകും. പക്ഷെ അത് എത്രാമത്തെ ഗ്രൂപ്പാണ്, 6ാമത്തെ ഗ്രൂപ്പാണ്. കോപ്പർ ഡിയിൽ 10 ഇലക്ട്രോൺ ഉണ്ട്, അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ 12 ആവും. നമുക്ക് കോപ്പർ എത്രയാണ്, 11ആണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ പഠിക്കരുത്. എന്ത് ചെയ്യുക, ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിൻ്റെ കൂടെ തൊട്ട് അടുത്ത് വരുന്ന എസിലെ സബ്ഷെല്ലിൻ്റെ എണ്ണം കൂടി കൂട്ടുക. ഓക്കെ. ഇവിടെ സ്കാൻഡിയം നോക്കിക്കഴിഞ്ഞാൽ 3Dയിൽ 1, 4sൽ 2, 2 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 3. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് എത്രയായിരിക്കും, 3 ആയിരിക്കും. ഇനി ക്രോമിയം നോക്കാം. ക്രോമിയം ഡിയിൽ 5, എസിൽ 1, 5 1 6, അത് എത്രാമത്തെ ഗ്രൂപ്പാണ്, 6ാമത്തെ ഗ്രൂപ്പ്. കോപ്പർ ഡിയിൽ 10, അതിൻ്റെ കൂടെ വരുന്ന 4sൽ എത്ര, 1. ഓക്കെ. സോ 10 + 1 11, 11th ഗ്രൂപ്പ് അല്ലേ അല്ലേ. സോ ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. എസ് പ്ലസ് ഡി, എസിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയുണ്ടോ അതിൻ്റെ കൂടെ ഡിയിലുള്ളത് കൂടി കൂട്ടുക. അല്ലാതെ 2 കൂട്ടുക എന്ന് പഠിച്ചു വയ്ക്കരുത്. നമുക്ക് എവിടെയൊക്കെ തെറ്റും, ക്രോമിയത്തിലും തെറ്റും, കോപ്പറിലും തെറ്റും. ഓക്കെയാണോ. അപ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള എസിലെ ഇലക്ട്രോൺ, എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിലെ ഇലക്ട്രോൺ കൂടി കൂട്ടുക. ഓക്കെയാണോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രൂപ്പ് കിട്ടും. ഇനി പീരീഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ എളുപ്പമാണ്. ഏറ്റവും അവസാനത്തെ സബ്ഷെല്ലിൽ നോക്കുക, അതിൻ്റെ നമ്പർ കൊടുക്കുക. ഇവിടെ നോക്കി, ലാസ്റ്റ് സബ്ഷെല്ലിൽ ഏതാണ്, 4s അല്ലേ ഇല്ലേടേ. സോ ആ സബ്ഷെല്ലിൽ എത്രാമത്തെയാണ്, 4ാമത്തേതാണ്. 4ാമത്തെ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. സോ പീരീഡ് എത്രയാണ്, 4. അത് സിമ്പിളാണ്. ഓക്കെ. ഏറ്റവും ലാസ്റ്റ് സബ്ഷെൽ ഏതാണെന്ന് നോക്കുക, ആ സബ്ഷെല്ലിൻ്റെ നമ്പർ എത്രയെന്ന് നോക്കുക, അത് കൊടുക്കുക. അതായിരിക്കും അതിൻ്റെ പീരീഡ്. പക്ഷേ ഗ്രൂപ്പ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് എ പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് സബ്ഷെൽ. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടി ആഡ് ചെയ്യുക. എസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത്, ആ ഡിയുടെ കൂടെ വരുന്ന എസ് എന്ന് പറയുന്ന സബ്ഷെൽ. അപ്പോൾ 3Dയുടെ കൂടെ ആണെങ്കിൽ 4s ആണല്ലേ, അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതുകൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെയാണോ. സോ
ഏറ്റവും പുറമേയുള്ള എസ് സബ്ഷെൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിൻ്റെ കൂടെ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിലെ ഇലക്ട്രോൺ എത്രയുണ്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് കിട്ടും. ഓക്കെ, പീരീഡിൻ്റെ കേസും പറഞ്ഞല്ലോ. ലാസ്റ്റ് സബ്ഷെല്ലിൽ നോക്കുക, ആ സബ്ഷെല്ലിൻ്റെ നമ്പർ നോക്കുക, അപ്പോൾ എന്ത് കിട്ടും? പീരീഡ് കിട്ടും. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ ഇനി ശ്രദ്ധിക്കുക, ഇനി ഇവയുടെ ഡി ബ്ലോക്കിന്റെ പ്രത്യേകതകൾ ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിലും പീരീഡിലും ഇവ ആൾമോസ്റ്റ് സെയിം പ്രോപ്പർട്ടീസ് കാണിക്കും. ഗ്രൂപ്പിലും പീരീഡിലും ഇവ എന്ത് കാണിക്കാറുണ്ട്? സെയിം പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് കാണിക്കാറുണ്ട്. ഓക്കെ, പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് കാണിക്കാറുണ്ട്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചേ, എല്ലാത്തിൻ്റെയും ലാസ്റ്റ് സബ്ഷനിൽ ഏതാണ്? ഫോറസ് അല്ല, ഇതിപ്പോൾ ഈ ഫോർത്ത് പീരീഡിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാത്തിൻ്റെയും ലാസ്റ്റ് സബ്ഷനിൽ ഏതാണ്? ഫോറസ് ആണ്. സോ ഇങ്ങനെ ലാസ്റ്റ് സബ്ഷനിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രോപ്പർട്ടീസ് എന്ത് കാണിക്കുന്നത്? സിമിലാരിറ്റീസ് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഗ്രൂപ്പിലും പീരീഡിലും ഒരേ ഗുണങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കാനുള്ള റീസൺ ഇതാണ്. കാരണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെയാണ്? ഒരേപോലെ ആയതുകൊണ്ടാണ് ഈ ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ സാദൃശ്യം കാണിക്കാനുള്ള റീസൺ അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ, ഡി ബ്ലോക്ക് എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു. അപ്പോൾ അടുത്തത് രണ്ടാമത് പറയാൻ പോണത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥയെ കുറിച്ചാണ്. അത് ചിലപ്പോൾ 2 ഇലക്ട്രോണെ വിട്ടു കൊടുക്കും, ചിലപ്പോൾ 3 ഇലക്ട്രോണെ വിട്ടു കൊടുക്കും. അപ്പോൾ +2 +3 +4 എന്നിങ്ങനെ ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാറുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ആദ്യം ഫോറസ് നിറയും, അത് കഴിഞ്ഞ് 3D നിറയും. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണ്? ഫോറസ് ആണ്. ഈ ഫോറസിൻ്റെ എനർജിയും 3Dയുടെ എനർജിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എനർജിയിൽ അധികം ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, കുറച്ച് 3Dക്ക് കൂടുതൽ. അപ്പോൾ ഇങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫോറസിൽ നിന്ന് ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്നത് പോലെ തന്നെ 3Dയിൽ നിന്ന് ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും ആര്? ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ ആ ഒരു കാരണം ഉള്ളതിനാൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാറുണ്ട്. ഓക്കെ ഓക്കെ ആണോ? അതുകൂടെ ഓർത്ത് വയ്ക്കാമല്ലോ. പിന്നെ ഇതിൻ്റെ കൂടെ ചില ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മുടെ ഇതിൽ ഫോക്കസ് ഏരിയയിൽ പറയുന്നില്ല, അതുകൊണ്ടാണ് ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യുന്നത്. ഓക്കെ ആണോ? സോ അത് ജസ്റ്റ് 9ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ട് 10ലും പഠിക്കുന്നുണ്ട്. മാംഗനീസിൻ്റെ കുറച്ച് കാര്യങ്ങൾ, മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ MnO2 Mn2 OSMl അതേപോലെയൊക്കെ ഉള്ള എലമെന്റിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മളത് പറയുന്നില്ല, കാരണം ഫോക്കസ് ഏരിയയിൽ അത് പറയാത്തത് കൊണ്ട് പറയുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന കാര്യമാണ്. അപ്പോൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസിനും ഡിക്കും എനർജിയിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സ് എല്ലാം കളേർഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും, നിറമുള്ള സംയുക്തങ്ങളായിരിക്കും അതിൽ മിക്കതുണ്ടാകുന്നത്. കാരണം അവയിൽ എന്ത്? സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യം. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽ അയോൺസ്. ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് അവയുടെ പ്രസൻസ് മൂലമാണ് എന്ത്? ഈ കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. ഓക്കെ ഓക്കെ ആണോ? അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. എന്തിൻ്റെ പ്രസൻസ് മൂലമാണ് കളേർഡ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ നിറമുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്? പ്രസൻസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽ അയോൺസ്. ട്രാൻസിഷൻ മെറ്റൽ അയോൺസിൻ്റെ പ്രസൻസ് ആണ് സംക്രമണ മൂലകങ്ങളുടെ അയോണുകൾ. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽ അയോൺസിൻ്റെ പ്രസൻസ്, സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യം, അതാണ് ഈ നിറത്തിന് കാരണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? സോ ഇത്രയായപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിൻ്റെ പ്രത്യേകതകൾ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും മാത്രമേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഇനി വരുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഒരുപാട് ഒരു 2-3 പോർഷൻസ് ഇതിൽ സ്കിപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കാരണം ഫോക്കസ് ഏരിയയിൽ അതൊന്നും വരുന്നില്ല, അതുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എഫ് ബ്ലോക്ക് എലമെന്റ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് മാത്രമേ നമുക്ക് എന്തുള്ളൂ പഠിക്കാനുള്ളൂ. നമുക്കറിയാം, ഇവ ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ വ്യത്യസ്ത ഓക്സിജനാവസ്ഥ കാണിക്കുന്നുണ്ട് ഈ ബ്ലോക്കിനെ പോലെ. അതുപോലെ തന്നെ മിക്കതും റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്.
അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ്. ഓക്കെ, കൃത്രിമ മൂലകങ്ങളുമാണ്, റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സുമാണ്. ദെൻ യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം ഇവയൊക്കെ ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായിട്ട് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പലതും പെട്രോളിയം ഇൻഡസ്ട്രിയിൽ, പെട്രോളിയം വ്യവസായത്തിൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു 4 പോയിന്റ്. ഇവിടെ എഫ് ബ്ലോക്ക് തീർന്നു, ചാപ്റ്റർ തീർന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചില്ല. അപ്പോൾ എഫ് നമുക്കില്ല, ഫോക്കസ് ഏരിയയിൽ എഫ് ബ്ലോക്ക് എലമെൻസിനെ കുറിച്ച് നമുക്ക് പറയുന്നില്ല, അതുകൊണ്ട് അത് പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇനി പഠിച്ചു വെച്ചാൽ ഈ ഒരു 4 പോയിന്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ മനസ്സിലാക്കി. സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് ക്ലിയർ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് വരുന്ന ക്ലാസ്സുകളിൽ ഒരുപക്ഷെ ക്ലാസ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഏകദേശം എല്ലാ ചാപ്റ്ററും കടന്നു പോകുമല്ലോ. ഓക്കെ.